തിരുവനന്തപുരത്ത് വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ യുവതി മരിച്ചതായി ആരോപണം. കരകുളം ലോക മെഡിസിറ്റിക്കെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. ബുധനാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദീപ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. വെമ്പന്നൂർ സ്വദേശിനിയായ ദീപയ്ക്ക് ഓവർഡോസ് മരുന്ന് നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അത്യാവശ്യം ഒരു നല്ലൊരു തേരി ഇറങ്ങി കാറിൽ കയറി വന്നൊരു വ്യക്തിയാണ്. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ വേണ്ട നടന്നു വരാം. കാറിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ CCTV ക്യാമറസ് കാണും. കാറിൽ നിന്ന് ഞങ്ങൾ വലിച്ചിറക്കുകയല്ലേ ചെയ്തത്. സ്വമേധയായിട്ടാണ് ഇറങ്ങിയത്. സാധാരണ സർജറി എങ്ങനെ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ OTക്കകത്ത് കയറി, അതേ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറിയതിന് ശേഷമാണ് നമ്മളെ ഈ ഇതിലോട്ട് മാറ്റുന്നത്, വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നത്. ഇത് ഞങ്ങളെ കൺമുമ്പിൽ വച്ചിട്ട് തന്നെയാണ് ആ ഒരു എന്താ പറയുന്നത് താഴെ എന്ന് വെച്ചാൽ നോർമലായിട്ട് വരുന്ന ഈ പനി ജലദോഷം ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു OPയിൽ വെച്ചിട്ട് നേരെ വെന്റിലേറ്ററിലോട്ട് മാറ്റി അൺകോൺഷ്യസ് ആയിട്ട് ഞങ്ങളെ ഫ്രണ്ടിൽ കൂടെയാണ് ലിഫ്റ്റിൽ കയറ്റി മേളിൽ കൊണ്ടുപോയത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഓവറിയിലെ സിസ്റ്റ് പൊട്ടിയാണ് വയറിൽ വേദന ഉണ്ടായത്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കാർഡിയാക് അറസ്റ്റിനെ തുടർന്നാണ് മരണം ഉണ്ടായതെന്നും അധികൃതർ പറയുന്നു. മീര മനോഹരൻ നമുക്കൊപ്പമുണ്ട്. മീര, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആശുപത്രിയുടെ വിശദീകരണവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ബിനിൽ, തീർച്ചയായും തിരുവനന്തപുരത്തെ കരകുളത്തുള്ള ലോക മെഡിസിറ്റിക്കെതിരെയാണ് ഇപ്പോൾ ഒരു ചികിത്സാ പിഴവെന്ന ആരോപണം വരുന്നത്. എന്തായാലും ഒരു യുവതി മരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയറുവേദനയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് എത്തിയ അരുവിക്കര വെമ്പന്നൂർ സ്വദേശിയായിട്ടുള്ള ദീപയാണ് മരിച്ചത്. 38 വയസ്സുകാരിയാണ്. ഇവർ വയറുവേദനയെ തുടർന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു. അതായത് പോകുന്ന സമയത്ത് വയറുവേദന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ബന്ധു നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. പിന്നീടാണ് ഇവരുടെ യൂട്രസിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുഴയുണ്ടെന്ന് അറിയുന്നത്. അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ബന്ധുക്കളും അത്തരത്തിൽ ബുദ്ധിമുട്ടാകും ഉള്ളതിനാൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. പിന്നീട് അത് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ഒരു പിഴവ് സംഭവിച്ചു. ഓവർഡോസായി മരുന്ന് നൽകിയതിൻ്റെ ഭാഗമായി പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും യുവതി ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരിച്ചത്. ബുധനാഴ്ചയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആശുപത്രി അധികൃതർ പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് പിഴവ് സംഭവിച്ചിട്ടില്ല, കൃത്യമായ ചികിത്സ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓവറിയിലെ സിസ്റ്റ് പൊട്ടിയതാണ് ഇത്തരത്തിൽ ആ ഒരു അപകടാവസ്ഥയിൽ എത്താനും പിന്നീട് കാർഡിയാക് അറസ്റ്റ് വന്നതിനെ തുടർന്നാണ് യുവതി മരണപ്പെട്ടത് എന്നുള്ളതാണ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നൽകുന്ന ഡിസ്ചാർജ് മെമ്മോയിലടക്കം കാർഡിയാക് അറസ്റ്റാണ് മരണകാരണം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കുടുംബം വലിയ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സാ പിഴവ് പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മീര മനോഹരനാണ് വിവരങ്ങൾ നൽകിയത്.